തുലാം രാശിക്കാർക്ക് ഈ മാസം 26-ാം തീയതിക്ക് നടക്കാനിരിക്കുന്ന ശനിയുടേതായ വക്രഗതി മാറ്റം ഒരല്പം ജാഗ്രതാപൂർവം കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് മുന്നിലേക്ക് പോകാനുള്ള ഒരു പ്രേരണ നൽകുന്നു. ശുഭഗ്രഹങ്ങളുടേതായ ആ ഒരു ദൃഷ്ടിയൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ തന്നെയും അത് ശനി പറയുന്നത് ഒരല്പം ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ പോയാൽ മാത്രമായിരിക്കും നിങ്ങൾക്കൊരു നല്ല ഫലത്തെ ഉണ്ടാക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്നാണ്. അത് ശരിയായ രീതിക്ക് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ തുലാം രാശിക്ക് ഗുണം ഉണ്ടാകുമെന്ന് എന്നുള്ള കാര്യത്തിന് സംശയം ഇല്ല. തൊഴിൽപരമായ ഇടങ്ങളിലൊക്കെ നിങ്ങൾ വളരെയധികം ന്യായപൂർവമായ രീതിക്കുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ശത്രുതാഭാവത്തിലിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരില്ല. കാരണം നിങ്ങളുടേതായ ന്യായമനോഭാവം അവിടെ നിങ്ങൾക്ക് എതിരഭിപ്രായങ്ങൾ ഉണ്ടാക്കുകയും നിങ്ങൾക്ക് ശത്രുത ഉണ്ടാക്കുകയും ചെയ്യും. ചിലർക്കൊക്കെ തന്നെ തൊഴിൽ നഷ്ടപ്പെട്ടിട്ട് ഉണ്ടാകുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാനൊക്കെ കഴിയുന്നത്. അതായത് നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ പ്രവൃത്തിയുടേതായ ആ ഒരു ഗുണം നല്ലത് പറയുന്നതിന് പകരം നിങ്ങളാണ് പ്രശ്നകാരകനെന്ന് കാട്ടി നിങ്ങളെ ജോലിയിൽ നിന്നും തെറിപ്പിച്ചിട്ട് വരെ ഉണ്ടായിരിക്കാം ഈ ഒരു കാലഘട്ടത്തിൽ. അതായത് സത്യസന്ധത ഒരു പരിധി വരെ മാത്രമായിരിക്കും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരിക. അത് തന്നെയാണ് നീതികാരകത്വം ഉള്ള ഒരു രാശി തന്നെയാണ് തുലാം രാശി, ത്രാസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. കോർട്ടിൽ തന്നെ ത്രാസ് കയ്യിൽ തൂക്കി നിൽക്കുന്ന നീതി ദേവതയാണ് കാണാനായിട്ടുള്ളത്. കണ്ണുകെട്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ നീതിക്ക് വില ഉണ്ട് താനും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമുക്കത് നിഷേധിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ്. അത് തൊഴിൽപരമായ രീതിക്ക് നിങ്ങൾ അനുഭവിച്ചിട്ട് ഉണ്ട് എന്ന് തന്നെയാണ്. ചെയ്യാത്ത തെറ്റിന് നിങ്ങൾ അനുഭവിച്ചു എന്നതാണ് ഇവിടെ ശനി പറയുന്നത്. ജോലിയിടത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിനെയും ബാധിച്ചിട്ടുണ്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് മാത്രമാണ് തൊഴിലിടങ്ങളിൽ പോയാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയുക എന്നതായിരിക്കും കുടുംബത്തിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടാകുക. കാരണം ഒരല്പം വിട്ടുകൊടുത്താൽ എന്താണ് അവിടെ സംഭവിക്കുക എന്ന ചോദ്യം അത് നിങ്ങൾക്ക് മാനസികമായ ഒരു ആഘാതത്തെയും നിങ്ങൾക്ക് നൽകും. പോരാത്തതിന് ശാരീരികമായ രീതിയിലുള്ള അസ്വസ്ഥതകളെയും ബുദ്ധിമുട്ടുകളെയും തന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ സ്വന്തമായ രീതിയിൽ മരുന്നൊക്കെ വാങ്ങിക്കഴിച്ച് അതിൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കുന്നതിന് പകരം ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് അനുകൂലമായ രീതിക്കുള്ള ആ ഒരു ഇത് കഴിക്കണം. കാരണം ഇവിടെ രോഗം മനസ്സിനാണ് എന്നതാണ് ശനി പറയുന്നത്. നിങ്ങളുടേതായ നീതി ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ അത് മനസ്സിനെ ബാധിക്കരുത് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് നൽകുന്നു. ഇപ്പോൾ രാശിയുടെ 6-ാം ഭാവത്തിലാണ് ശനി ഭഗവാന്റേതായ സ്ഥിതി. അപ്പോൾ നമുക്ക് മറഞ്ഞിരിക്കുന്ന ആ ഒരു ഭാവത്തിലേക്ക് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ശത്രുത മറഞ്ഞിരിക്കുന്ന ഇടത്ത് നിന്ന് തന്നെയാണ് നിങ്ങളെ തേടി വരുന്നത്. അതായത് നിങ്ങൾ ശത്രുവല്ല എങ്കിൽ പോലും മറഞ്ഞിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ശത്രുത 100% ഉണ്ടായിരിക്കും. ഇവിടെ മനസ്സ് തളർന്നു പോകാതെ ഇരിക്കാനായിട്ട് ശ്രമിക്കണം. ഇവിടെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് സംഭവിച്ചില്ല എങ്കിലും തൊഴിലിൽ കിട്ടിയില്ല എങ്കിലും ഉള്ള ഒരു ജോലിയെ ശരിയായ രീതിക്ക് നിങ്ങൾക്ക് അനുകൂലമാക്കി വയ്ക്കണമെന്നാണ് ഞാനിവിടെ പറയുന്നത്. അത് തന്നെയാണ് ശനി പറയാൻ. നീതിക്ക് എപ്പോഴും വാല്യൂ ഉണ്ട്. അത് നിന്നെ തേടി തന്നെ വരും. അതിനായിട്ട് നീ മനസ്സിനെ തളർത്തി വിട്ടാൽ പിന്നീട് ജയം അപ്രാപ്യമായി പോകുമെന്ന തിരിച്ചറിവ് ഇവിടെ ശനി നൽകുന്നു. വക്രത്തിലിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, അതായത് 4.5 മാസക്കാലം, ജൂലൈ 26 മുതൽ 4.5 മാസക്കാലം നിങ്ങൾക്ക് പുതിയ ജോലിയൊന്നും പോയി തേടി കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളൊന്നും നടത്തരുത്. ഇരിക്കുന്ന ജോലിയെ എറിഞ്ഞ് കളയാനും ശ്രമിക്കരുത്. അതുപോലെ പുതിയ കൂട്ടു ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും നടത്താതിരിക്കുന്നത് നന്നായിരിക്കും. കാരണം നിങ്ങളുടേതായ മനസ്സ് സന്തോഷകരമായിരിക്കുന്നതിനും കുടുംബത്തെ നന്നായി വയ്ക്കുന്നതിനും ഉയർച്ചകളെ തേടുന്നതിനും വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന എഫർട്ട് നിങ്ങൾക്ക് തന്നെ വിനയായിട്ട് വരും. 4.5 മാസക്കാലം എന്ത് വിധത്തിലാണെങ്കിലും ശരി ഇരിക്കുന്ന തൊഴിലിൽ മാക്സിമം പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുക. അത് എന്ത് വിധത്തിലുള്ള തൊഴിലായിരുന്നാലും ശരി, അതിൽ എത്രത്തോളം ടോർച്ചറിങ് കേട്ടാലും ശരി അതിൽ നിൽക്കാനായിട്ടാണ് ശനി പറയുന്നത്. അതായത് വരുന്ന പുതിയ പുതിയ അവസരങ്ങൾ ഒരു 4.5 മാസക്കാലം നല്ലതോ ചീത്തയോ എന്ത് തന്നെ ആയാലും ശരി 4.5 മാസക്കാലത്തിന് ശേഷം തീരുമാനമെടുക്കുന്നതായിരിക്കും ഉചിതം. അത് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം പ്രാക്ടിക്കലായ രീതിയിൽ ചില പ്രശ്നങ്ങൾ ആഗോളതലത്തിൽ നിന്നും നമ്മുടെ നാടിനെയും ബാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. വിദേശത്ത് പോയ പലരും തൊഴിൽ ലഭിക്കാതെ അല്ലെങ്കിൽ തൊഴിലുള്ളവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വരണമോ അവിടെ തന്നെ ഇരിക്കണമോ എന്ന ചിന്താഗതിയോടുകൂടി ഇരിക്കുന്ന സാഹചര്യമാണ്. അത് അവരുടെ തെറ്റുകൊണ്ടല്ല. സന്തോഷകരമായ രീതിക്ക് ഒരു ജീവിതത്തെ പടുത്തുയർത്താം അല്ലെങ്കിൽ കഷ്ടപ്പെട്ടെങ്കിൽ സമ്പാദിക്കാമെന്ന് പറഞ്ഞ് പോയിടത്ത് പലരും തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നു. കാരണം ഈ ഓൺലൈൻ ആസ്ട്രോളജിയൊക്കെ ചെയ്യുന്നവർക്ക് ഈ ലോകവ്യാപകമായി പലയിടങ്ങളിൽ നിന്നും കോൾസ് വരും. അവരുമായിട്ടുള്ള ആ സംഭാഷണത്തിലൂടെ അവിടുത്തെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന
സാഹചര്യങ്ങളാണുള്ളത്. അതിൻ്റേതായ രീതിക്ക് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടും പറയുന്നത്. പല രാജ്യങ്ങളിൽ നിന്നും അതായത് കോടീശ്വരന്മാർ മുതൽ സാധാരണ മനുഷ്യർ വരെ വിളിക്കുന്നുണ്ട് എല്ലാ വിധത്തിലുള്ള ഓൺലൈൻ ആസ്ട്രോളജർമാരെയും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ പ്രശ്നങ്ങൾ ആഗോള വ്യാപകമായി നിൽക്കുമ്പോൾ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ അവസ്ഥ നമുക്ക് എടുത്തു പറയേണ്ട പ്രത്യേകതയൊന്നും തന്നെയില്ല. ഒരു 4½ മാസക്കാലം നമ്മുടെ നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഒന്ന് മനസ്സുകൊണ്ട് കടിച്ചു പിടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ ശേഷം നിങ്ങളെ തേടി വരുന്നത് വലിയ അവസരങ്ങളായിരിക്കും. കാരണം 40% ആൾക്കാർ ഇപ്പോൾ വിദേശത്ത് നിന്നൊക്കെ ജോലി ഉപേക്ഷിച്ച് വരുന്നുണ്ട്. പലരും നാട്ടിൽ ലീവിന് വരുന്നത്. ഇനിയിപ്പം മിക്കവാറും ലീവിനൊക്കെ വരുന്ന വ്യക്തികൾ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമൊന്നും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലരെങ്കിലും തന്നെ അവിടെ ഒരു ഇത് കിട്ടുന്നവർ, അത് 8 വർഷക്കാലമൊക്കെ വിദേശത്ത് ജോലി ചെയ്തിട്ട് 2 വർഷം കൊണ്ട് കഴിഞ്ഞാൽ അവരുടേതായ ഒരു ഐഡന്റിറ്റി അവിടെ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രമായിരിക്കും തിരികെ പോകാനായിട്ട് ശ്രമിക്കുക. പുതിയ അവസരങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ താഴ്ന്ന നിലയിൽ ഒരു ജോലിയിൽ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ 4½ മാസക്കാലം ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. ശേഷം നിങ്ങൾക്ക് അതിനേക്കാളും ഉയർന്ന നിലയിലുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ജോലി ലഭിക്കുമെന്നുള്ളതിന് സംശയം ഒന്നുമില്ല. ധൈര്യപൂർവ്വം ഇരിക്കാനായിട്ട് ശനി പറയുന്നു. അപ്പോൾ 4½ മാസക്കാലം കഷ്ടപ്പാടുകൾ ഉണ്ട് തിരിച്ചറിയണമെന്ന ഒരു മുന്നറിയിപ്പ് ശനി നൽകുന്നു. പൊതുവായിട്ട് പറയുകയാണെങ്കിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ട് എന്നുള്ളത് സത്യം. അതായത് ഇപ്പോൾ നിങ്ങളുടേതായ അടുക്കലുള്ള ഒരു ആസ്ട്രോളജറെ കണ്ടിട്ട് നിങ്ങൾ അതിൻ്റേതായ രീതിക്ക് സ്വന്തം ജാതകത്തെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. കാരണം ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടി ഉപദേശമായിട്ടാണ് വരിക. ആസ്ട്രോളജർ പോലെ ഉള്ള ആൾക്കാരുടേതായ ഉപദേശങ്ങൾ വരാം, നിങ്ങളുടെ ഗുരുനാഥന്മാരുടേതായ ഉപദേശങ്ങൾ വരാം, വീട്ടുകാരുടേതായ ഉപദേശങ്ങൾ വരാം, തൊഴിലധിപന്മാരുടേതായ ഉപദേശങ്ങൾ വരാം, സുഹൃത്തുക്കളുടെ ഉപദേശങ്ങൾ വരാം. അപ്പോൾ ഈ ഉപദേശത്തിലൂടെ അനുഭവ സമ്പത്ത് ഉള്ള വ്യക്തികളുടേതായ ആ ഒരു ഉപദേശം കേട്ട് മുന്നിലേക്ക് പോകണം. എടുത്തു ചാട്ടം വേണ്ട. തൊഴിൽപരമായ രീതിയിൽ തടസ്സമുണ്ട്, കുടുംബപരമായ അന്തരീക്ഷത്തിൽ തടസ്സമുണ്ട്, ധനപരമായ രീതിയിൽ തടസ്സമുണ്ട്, ഇപ്പോൾ എടുത്തു വച്ചിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് തടസ്സമുണ്ട്, കൂട്ടുതൊഴിലുകൾക്ക് തടസ്സമുണ്ട്. അപ്പോൾ എല്ലായിടത്തും തടസ്സമുണ്ട്. വേഗം കൂട്ടുന്നത് നിങ്ങൾ തന്നെ അപമാനിക്കുന്നതിന് തുല്യമായിട്ട് മാറും. അതുകൊണ്ട് അവസരങ്ങൾക്കായിട്ട് കാത്തിരിക്കുക എന്നാണ് പറയുന്നത്. എടുത്തുചാട്ടം വേണ്ട എന്ന് ശനി ബോധപൂർവം തന്നെ പറയുന്നു. ഇത് വ്യാഴം നിങ്ങളെ ഉപദേശിക്കുന്നതായിട്ട് കരുതണമെന്ന് വ്യാഴം പറയുന്നു. ശുഭഗ്രഹം നിങ്ങളോട് പറയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ജാതകം പരിശോധിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ വാട്സപ്പ് കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. നിങ്ങൾക്കായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യുക. അതിൻ്റേതായ സമയത്ത് ജാതകം പരിശോധിക്കാം. ഞാൻ പേയ്മെൻറ്റ് വാങ്ങി തന്നെയായിരിക്കും ജാതകം പരിശോധിക്കുക. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എപ്പോഴും തന്നെ ജാതകം പരിശോധിച്ച് കിട്ടണമെന്നുമില്ല. അതുകൊണ്ട് സാഹചര്യങ്ങൾക്ക് ആ ഒരു സമയം അവൈലബിൾ ആണെങ്കിൽ മാത്രമായിരിക്കും ഞാനത് നൽകുക. അതുപോലെ തന്നെ ആര് വിളിച്ചാലും ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യും, അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് സത്യം.